നമസ്കാരം. ഷാജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്ച്ചോറും ബീഫ് കുറുമയാണ്. വരുമ്പോൾ നമ്മുടെ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. വരുമ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു 1/2 കിലോ കൈമ റൈസാണ്, ചെറിയ അരി, ജീരകശാല അരി എന്നൊക്കെ പറയും. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കണം. അപ്പോൾ നമുക്ക് ഈ അരി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. 1 മണിക്കൂറൊന്നും വെള്ളത്തിൽ കിടക്കണം ഈ അരി. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊരു 1 മണിക്കൂറൊന്ന് കൂട്ടെടുക്കാം. ഇവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുക്കറിലോട്ടങ്ങ് ആക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ബീഫ് നമുക്ക് കുക്കറിലോട്ട് ഇടാം. നമ്മൾ ബീഫൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾ പൊടി, ആവശ്യത്തിന് ഉപ്പ് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു 1.5 സ്പൂൺ അങ്ങോട്ട് ഇടുക. നമുക്ക് കറിവേപ്പില അങ്ങോട്ട് ഇതിന് കുറച്ച് വെള്ളം ഒഴിക്കണം വേകാൻ വേണ്ടി. ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തത് ഇതൊന്ന് അടച്ച് വെച്ച് നമ്മളൊരു 8 വിസിലടിക്കണം. ബീഫ് നന്നായിട്ട് വേകണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ബീഫൊക്കെ നമ്മൾ വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. നമുക്ക് നമ്മുടെ റൈസ് റെഡിയാക്കി എടുക്കാം. ബീഫൊക്കെ അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഒരു പാത്രം ചൂടാക്കിയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാല, ഗരം മസാല, പട്ട, ഗ്രാമ്പു, ഏലക്ക, ബീ ലീഫ് എല്ലാം ഇട്ടൊന്ന്, ഗരം മസാല എല്ലാം ഇട്ടൊന്ന് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് നട്ട്സ്, കുറച്ച് കിസ്മസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഫ്രൈ ആക്കി എടുക്കാം. ഒരു സവാള അരിഞ്ഞതുകൂടെ നമുക്ക് ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലവണ്ണം കരിഞ്ഞു പോകാതെ നമുക്ക് നല്ലവണ്ണം ഫ്രൈ ആക്കി എടുക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു 3/4 ലിറ്റർ വെള്ളമാണ് ചേർക്കുന്നത്. ഇത് 1 കിലോയ്ക്ക് 1.5 കപ്പ്, 1 ലിറ്റർ വെള്ളം, അതാണ് അതിൻ്റെ കണക്ക്. നമ്മളിപ്പോൾ 1/2 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇത് 3/4 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കും. ഇത് അടച്ച് വെച്ച് നമുക്ക് നല്ലോണം തിളപ്പിച്ചെടുക്കണം. നമുക്കിത് അടച്ച് വെച്ച് നമുക്ക് തിളപ്പിക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം വെള്ളത്തിലിട്ട റൈസാണ്. വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞാണ്. നമുക്കൊന്ന് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. റൈസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്കൊരു ചെറിയ മീഡിയം തീയിൽ നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഇത് വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വരുന്നുണ്ട്. നല്ലപോലെ വെള്ളം ഒന്ന് വറ്റട്ടെ. അപ്പോൾ ഇത് വെള്ളമെല്ലാം വലിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക്
ഒരു ചെറിയ തീയിലിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലി പുതിന അരിഞ്ഞ് കുറച്ച് നെയ്യോടെ ഒഴിക്കാം. എന്നിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ ഒന്ന് അടച്ച് വെച്ചേക്കാം. ചെറിയ തീയാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് ബീഫ് കുറുമയും കൂടെ അങ്ങ് റെഡിയാക്കിയേക്കാം. അപ്പോൾ അതിനോട് നമ്മളുടെ പാത്രം ചൂടാക്കി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ മസാല ഐറ്റംസ് എല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഐറ്റംസ് എല്ലാം ഇത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നമുക്ക് നല്ലപോലെ നോക്കിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊരു 3-4 പച്ചമുളക് കീറിയത് കുറച്ച് കറിവേപ്പിലൂടെ ഇടാം. നമുക്ക് നല്ലപോലെ നോക്കിച്ചെടുക്കാം. നല്ലപോലെ മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ചെറുള്ളി, ഒരു 3 സവാള അരിഞ്ഞത് ഇവിടെ നമുക്ക് നല്ല കൂടി ഇട്ടിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. കുറച്ച് ഉപ്പുപൊടി നമുക്ക് ചേർക്കാം. അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ലപോലെ. സവാളയൊക്കെ നല്ല മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മസാല പൊടികൾ അങ്ങോട്ട് ചേർത്ത് നമ്മളൊരു 2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി നമ്മൾ കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളകൊക്കെ നമ്മുടെ എരിവിൻ്റെ ആവശ്യത്തിനകത്ത് ചേർക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമ്മളൊരു തക്കാളി, ചെറിയൊരു തക്കാളി കട്ട് ചെയ്താണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ട് നമുക്ക് ചേർക്കുകയാണ്. നന്നായിട്ട് വെന്ത ബീഫാണ്. ഇത് അടച്ച് വെച്ച് നല്ലവണ്ണം തിളപ്പിക്കാം. കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഉപ്പും എരിവുമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ സവാളയിലും ബീഫിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞ് തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. തിളയ്ക്കട്ടെ. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് അതായത് തേങ്ങയും നട്ട്സും കൂടെ അരച്ചതാണ്. നല്ല ഫൈനായിട്ട് അരച്ചതാണ്. അതുകൂടെ നമുക്ക് കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ പാലൊഴിച്ചാലും മതിയാവും. അപ്പോൾ 7-10 നട്ട്സും തേങ്ങയും കൂടെ അരച്ചതാണ്. ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എരിവ് അല്പം കുറവാണ്. അപ്പോൾ നമുക്ക് ശകലം കുരുമുളകൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതൊന്ന് തിളയ്ക്കട്ടെ. ആയിട്ടുണ്ട്. നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. മുകളിലോട്ട് കൊണ്ടുപോകാം. ലേശം പച്ച വെളിച്ചെണ്ണ ഇവിടെ അങ്ങോട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് കുറുമ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് അടച്ചു വെച്ചാൽ അപ്പോൾ നമ്മുടെ ചോറ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടൊരു അടച്ചു വെച്ചിട്ടൊരു 10-15 മിനിറ്റ് മേളായിരുന്നു. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം.
കുറച്ച് നെയ്യോടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി നോക്കി. ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ആവി ഒന്ന് പോകുമ്പോൾ കുറച്ച് ആവി പോയി കഴിയുമ്പോൾ ഇതിൻ്റെ ഒട്ടലൊക്കെ അങ്ങ് മാറും. ഇതിൻ്റെ ആവിയൊക്കെ ഒന്ന് മാറട്ടെ. നല്ല നമ്മുടെ ബീഫ് കുറുമയും നെയ്ച്ചോറും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ കറി ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അവിടെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.